ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കയറി വന്നിരിക്കുന്നത് എന്നാണെന്നറിയോ? കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഇത് ഏകദേശം ഒരു രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്ത പടവലത്തിൻ്റെ വിത്താണേ. ഇതും കൂടെ നമുക്കൊന്ന് പാകി വെക്കണം. ബാക്കി വിളവെടുപ്പാണേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുപ്പിലേക്ക് പോകാം. ഇത് കൊടും ചൂടാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് വിളവെടുക്കാതിരുന്നാലും കായ്ഫലവും കുറയും, കിടക്കുന്നത് പോകുകയും ചെയ്യും. കിളികൾക്കായാലും ഒന്നും ആഹാരം ഇല്ലാത്തൊരു സമയമാണല്ലോ. ആദ്യം നമുക്ക് ഈ പീച്ച് പറിച്ചേക്കാം. ഇപ്പം നല്ല പാകമായിരിക്കുകയാണ്. ഞെക്ക് കൊള്ളുന്ന അവസരത്തിലാണ് നമുക്ക് കറി വെക്കാൻ നല്ലത് കേട്ടോ. അധികം നീളമൊന്നും വന്നില്ല. ഈ വേനലിൻ്റെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് കുറവും വരും. അതുപോലെ വെയിലിന് ചൂടും കൂടുതലാണല്ലോ. ഇതിന് ചെറിയ മഞ്ഞപ്പ് വന്നിട്ടുണ്ട്. ഇതിന് രക്ഷപ്പെടുമോ എന്നറിയത്തില്ല. ഏതായാലും കിടക്കട്ടത്. ഇവിടെ ഒരെണ്ണമുണ്ട്. കുഴപ്പമില്ല, ഞെക്ക് കൊള്ളുന്നുണ്ട്. ഞെക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് കൊത്തിയരിഞ്ഞ് തോരൻ വെക്കാം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ വരിപ്പ് ഇങ്ങനെ കളഞ്ഞിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് പടവലങ്ങ വെക്കുന്നത് പോലെ നമുക്ക് തോരൻ വയ്ക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. അവിടെയും കുറച്ച് പീച്ചിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം പറിക്കാം. പാകമായ ഇത് വാളമര. അപ്പോൾ ഇതിനകത്തെ വിത്തുകൾ ഞാൻ നിങ്ങൾക്ക് തരാം, ചോദിച്ചാൽ മതി കേട്ടോ. വാളമരയുടെ വിത്ത് ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടാനില്ലാത്തതാണ്. അപ്പോൾ ഉള്ള സമയത്ത് ചോദിച്ച് നിങ്ങൾ മേടിച്ച് വെച്ചോണം. അപ്പം പിന്നെ കിട്ടാനില്ലെന്നുള്ള പരാതി ഇല്ലല്ലോ. ഇതൊക്കെ വിളഞ്ഞതാണ്. അപ്പം ഞാൻ ഇതെല്ലാം പറിച്ചിട്ട് കാണിക്കാവേ. ഇത് ഇത്രയും പീച്ചിൽ പറിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് തോരൻ വെക്കാൻ പാകത്തിനുള്ള കുറച്ച് വാളമര. ഇത് വിളഞ്ഞു പോയ വാളമരയാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകൾ തരാം. അപ്പോൾ ആ കൂട്ടത്തിലൊരു പാവയ്ക്ക കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പറിച്ചെടുത്തതാണ്. നമുക്കിത് ഇവിടെ 5-6 പാവയ്ക്ക കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് വിളവെടുക്കാം. ഇതെല്ലാം തന്നെ പാകമായ പാവയ്ക്കയാണേ. 2, 3. അയ്യോ, അതിങ്ങോട്ട് പറഞ്ഞു പോരൂ, കയറ്റിവിട്ടേക്കാം. ചില ആൾക്കാർ പറയും പാവലിൻ്റെ കൂടെ നമ്മൾ പടവലമൊക്കെ കയറ്റിവിട്ടാൽ, കോവൽ കയറ്റിവിട്ടാലൊക്കെ അവരും കഴിക്കുമെന്ന് പറയും. അതൊക്കെ വെറുതെ പറയുന്നത്. ഇതേ പാവലും ഉണ്ട്, പടവലും ഉണ്ട്, ചൂരക്കായും ഉണ്ട്, പീച്ചിലും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുഴപ്പമില്ല. പാവലിന് എന്നാണോ സ്വഭാവം അത് പാവൽ കാണിക്കും. പീച്ചിലിന് എന്നാണോ സ്വഭാവം അത് പീച്ചിൽ കാണിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അതേ പീച്ചിലുണ്ടായി വരുന്നുണ്ട്, മേളിലുണ്ട്. ഇതൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം വിളവെടുക്കാതെ. പിന്നെ ഇവിടെ 5-6 ചെറിയ തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കൂട്ടത്തിൽ നമുക്ക് പറിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഈ വേനൽക്കാലത്ത് നമുക്കേ ഇതുപോലെയൊക്കെ ഇച്ചിരി പച്ചക്കറി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. അതിങ്ങനെ നമ്മൾ മാസാമാസം പറയുമല്ലോ ഓരോ സാധനങ്ങൾ നട്ടുപിടിപ്പിക്കാൻ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് നട്ടാൽ മതി. ആണ്ടോരണം അങ്ങ് ഉരുണ്ട് പോവുകയും ചെയ്തു. അപ്പുറത്തോട്ട് ആണ്ട് പോകും. നിങ്ങൾക്ക് വേറൊരു സാധനമുണ്ട് കാണിക്കാം അവിടെ കേട്ടോ. ഇത് കണ്ടോ, ഇത് അർമേനിയൻ കുക്കുംബറാണേ. വളഞ്ഞു പൊളഞ്ഞ് ഇങ്ങനെ പോയതാ ഇതിനകത്തൂടെ. പേരുണ്ടായിട്ടുണ്ടോ എന്നറിയത്തില്ല. കണ്ടോ, വിളഞ്ഞിട്ടുണ്ടോ? ആ കളർ മാറിയുണ്ടോ? ചെറിയ മധുരം ഉണ്ട് അന്നേരം. നമ്മുടെ കോളിഫ്ലവർ നല്ല വട്ടം വെച്ച് നിൽക്കുവാണേ. പല ആൾക്കാരും പറയും വർഷത്തിൽ മുഴുവൻ സമയവും, ഈ തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരും പറയാറുണ്ട്, വർഷത്തിൽ മുഴുവൻ സമയവും അവർക്ക് ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയും. പക്ഷെ അതേ വേനൽ തുടങ്ങിയതിന് ശേഷം വിരിഞ്ഞതാണ് ഈ കാബേജ്. കണ്ടോ, കൂടത്തില്ല, വലുതാകത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. ഈ കോളിഫ്ലവർ എല്ലാം വിളവെടുക്കുവാണേ. തീരെ ചെറുതല്ലാത്തതൊക്കെ നമ്മളിന്ന് വിളവെടുത്ത് തീർക്കുവാണ്. അപ്പം ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. നല്ല തണ്ടുകെട്ടിയുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ നല്ലത് ഒടിച്ചെടുക്കുമായിരിക്കും. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള കോളിഫ്ലവറാണ്. ഞാൻ ബാലൻസ് എടുത്തുകൊണ്ടൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് നോക്കാമായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. മഴ ചാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുത്തമൊക്കെ വീഴും കേട്ടോ. അപ്പം ഒരു കോളിഫ്ലവർ കിട്ടി. ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെ വിളവെടുക്കാറായതാണേ. ഓടിച്ചെടുക്കാം. കണ്ടോ, സൂപ്പർ ഒരു കോളിഫ്ലവറാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ എടുക്കണോ? ഇതുപോലെ ഉണ്ടോ ഒക്കെ നമുക്ക് കോളിഫ്ലവർ ഒക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ആരും മടി പിടിച്ചിരിക്കരുത്. വളരെ നമ്മളൊരു 5 ചോട് കോളിഫ്ലവർ, ഒരു 5 ചോട് കാബേജ് ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ, നല്ല മഞ്ഞ് കിട്ടിയാലേ കാബേജ് കൂടുള്ളൂ. കോളിഫ്ലവറിന് അതും പ്രശ്നമല്ല. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടേ. ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പം വെച്ച് കണ്ടോ. ഇനിയും പക്ഷെ നിർത്തിയാൻ ശരിയാവില്ല. ഞാൻ അപ്പുറത്തൂടെ വരാം. ഇത് ഞാൻ നിർത്തിയിരിക്കുന്നത് എന്നാണെന്നറിയോ? നമ്മൾ ഒടിച്ചെടുത്തതിൻ്റെ ഇങ്ങനെ തൈകളുണ്ടായി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ തൈകളുണ്ടായി വരുവാണെങ്കിൽ നമുക്ക് അത് ഒടിച്ച് മാറ്റി പുതിയ ചെടിയായിട്ട് വളർത്താം.
അപ്പം എന്ത് ഇതും അതുപോലെ ഞാൻ കണ്ടോ നല്ല വലിപ്പമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഓ ഇത് ഒടിയാനും പാടാണല്ലോ. കണ്ടോ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ കോളിഫ്ലവർ വിളവെടുക്കണം നിങ്ങൾക്ക് തോന്നില്ലേ? വളരെ നിസ്സാരമാണ് കോളിഫ്ലവറിൻ്റെ കൃഷി എന്ന് പറയുന്നത്, വലിയ കാര്യമൊന്നുമില്ല, ഇഷ്ടം പോലെ കിട്ടും. കണ്ടോ ഇത് ആവശ്യത്തിനുണ്ട്. ഇനി ഇത് പ്രായം കഴിഞ്ഞ് നിന്നാൽ ഇതിങ്ങനെ നീണ്ടു വരും കേട്ടോ. അതിനകത്തുനിന്ന് വിത്തുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. അവിടം വരെ നിർത്തണ്ട, ഈ പ്രായത്തിലെങ്കിലും നമ്മൾ വിളവെടുക്കണം. അപ്പം അത് കണ്ടോ, ഒരു 1-2 കിലോ എങ്കിലും, 1-2 കിലോ അല്ലെങ്കിലേ ഉള്ളൂ കോളിഫ്ലവർ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇത് ചെറിയ വഴുതനങ്ങയാണേ, ഞാൻ അങ്ങ് മുഴുവനെ പറിച്ചെടുക്കുക, ഇനി ഉണ്ടാകട്ടെ. ബന്ദിപ്പൂ ഉണ്ടാകുന്നുണ്ടോ? ഇതുണ്ടോ ഈ മഞ്ഞ കളറ്. പിന്നെ ദേ ഇവിടെ എല്ലാം കണ്ടോ ഇതുപോലെ ഇഷ്ടം പോലെ ഓറഞ്ച് കളർ. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാലുണ്ട് മഞ്ഞ. ദേ ഇതാണ് ഉണ്ടായി വരുവാൻ. എനിക്ക് തോന്നുന്നത് ചില 2-3 ചുവടാണ് ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ചിലത് മഞ്ഞയാണ്, ചിലത് ഓറഞ്ചാണ്. പലതരത്തിലുള്ള പാവയ്ക്ക. ഇത് ഉരുണ്ട പാവയ്ക്കയാണ്. ഇത് കണ്ടോ നീണ്ടു വരുന്നുണ്ടോ? ആ നീണ്ട ഇനം പാവയ്ക്കയുടേതാ. ഇത് കണ്ടോ നീളിച്ചേ വരുന്നത്. നമ്മൾ വെയിറ്റ് നോക്കിയാൽ ചെറുതിൻ്റെ ഇതിൻ്റെയും വെയിറ്റ് ഒന്നായിരിക്കും, പക്ഷെ ഇതിനെ കണ്ടാൽ ഇങ്ങനെ മെലിഞ്ഞു നീണ്ട പോലെ ഇരിക്കും. അതവിടെ കിടക്കട്ടെ. പയറുണ്ടാകുന്നുണ്ടോ ഇങ്ങനെ നീണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ കാർകൂന്തൽ പയർ, ഇതിൻ്റെ പേര് കാർകൂന്തൽ പയറാണ്. അതിൻ്റെ കൂടെ ഡാർക്ക് ഗ്രീനും ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ പയറുണ്ടായി കിട്ടുന്നതാണ്. നിങ്ങൾക്കൊരു 4 ചുവട് നട്ടാൽ പോരെ. ഒരു പാക്കറ്റ് പയറിൻ്റെ വിത്ത് നട്ടാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പയർ മുഴുവനും കിട്ടും. ഇത് നമ്മുടെ ഒരു കാബേജാണേ. ഇനിയിപ്പോൾ അധികം കാബേജുകൾ ഇവിടെ വിളവെടുക്കാനില്ല. അപ്പം ഞാൻ ഇതിനെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുവാണ്. നമുക്കിതിൻ്റെ തൈ വരുമ്പം തയ്യെ നമുക്കെടുത്ത് നടണ്ടേ. അപ്പം ഞാൻ ഇതിനെ ഇവിടുന്ന് ഒടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ തൈ കിളുക്കുന്നുണ്ടായിരുന്നു കണ്ടോ, കുഞ്ഞു തൈകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, കറിക്കത്തി എടുത്തുകൊണ്ട് വരാം താഴേന്ന് അല്ലേ. ഞാൻ കറിക്കത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തൈ ഇതിൻ്റെ ചോട്ടിൽ കിളുത്ത് വന്നിരിക്കുന്നതിനെ കളയാതെ എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലോട്ട് വെച്ചിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ നല്ല സൂപ്പർ ഒരു കാബേജാണേ. തൊലി പൊളിച്ച് കഴിയുമ്പം നല്ല വെളുത്ത നിറം വരും. കണ്ടോ നല്ല സൂപ്പർ ഒരു കാബേജും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞ തക്കാളിയാണേ. ഞാൻ നോക്കട്ടെ ഇതിന് മധുരമാണോ. നിൻ്റെ കളർ കണ്ടോ മഞ്ഞ തക്കാളിയാണ്. മധുരം ഉണ്ടോ നോക്കട്ടെ. നല്ല, പക്ഷെ തക്കാളി എല്ലാം പോക്കടിച്ചു. അപ്പോൾ പുതിയ തക്കാളി കയറി വരുന്നുണ്ട്. ഇനി ഈ തക്കാളി എല്ലാം പറിച്ച് കളയണം ശരിക്കും പറഞ്ഞാൽ. ഇവിടെ 2-3 കത്രിക്ക, ചെറിയ കത്രിക്ക കേട്ടോ. നമ്മൾ രാസവളമൊന്നും ഇടാത്ത കാരണം ഇത് ഒത്തിരി വലിപ്പമൊന്നും വെക്കുകയില്ല. നല്ലപോലെ അങ്ങോട്ട് രാസവളം ചുവട്ടിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേണ്ടല്ലോ കത്രിക്കയും വഴുതനങ്ങയൊക്കെയാണ് ഇത് ഈ നീളത്തിലുണ്ടാവും. ഇത് നമ്മുടെ ഒരു കുഞ്ഞു കോവൽ ചൂട് പിടിച്ച് വരുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ വിളവെടുക്കുവാണേ. അപ്പം ദേ കണ്ടോ നല്ല കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ദേ ഈ ഒരു കുഞ്ഞു കമ്പ് കണ്ടോ, ദേ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ദേ ഇവിടെ പൂ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകും, തുരുതുരാന്നുണ്ടാകുന്ന നല്ലൊരു കോവലാണ് കേട്ടോ. ചെറിയ കമ്പാണ്, അങ്ങോട്ട് ചൂട് പിടിച്ച് വന്നതേ ഉള്ളൂ. നേരത്തെ എനിക്കത് ഇവിടെ ഉണ്ടായിരുന്നത് ആ പെരുമഴ പെയ്ത സമയത്ത് അതിൻ്റെ ചൂടെല്ലാം അഴുകി നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ പുതിയ ചൂട് തുടങ്ങുവാണേ. അപ്പോൾ ഇപ്പോൾ ഉള്ളതെല്ലാം കൂടെ അങ്ങോട്ട് ഞാൻ പറിച്ചെടുക്കുക. അതാകുമ്പോൾ എനിക്കൊരു തോരൻ വെക്കാനുള്ളത് കിട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുരുകുരാന്ന് അങ്ങോട്ട് അരിഞ്ഞിട്ടില്ലേ, പച്ചമുളകും അരിഞ്ഞിട്ട് തേങ്ങയും ഇട്ടിട്ട് തോരൻ വെച്ചാൽ സൂപ്പറാണ് കേട്ടോ കോവയ്ക്ക. അപ്പോൾ അത്യാവശ്യം ഇത്രയും ഞാൻ പറിക്കുന്നുള്ളൂ. 5-6 നിൽക്കട്ടല്ലേ, നമ്മൾ അടുത്ത ദിവസം പറിക്കാൻ വരുമ്പോഴും കിട്ടണ്ടേ. അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇത് ഇത്രയും കോവയ്ക്ക കിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് എടുക്കുവാണേ. ഇത് കണ്ടോ തക്കാളി, ഇത് ചെറുതക്കാളിയാണേ. അപ്പോൾ ഇത് ഏത് കളറാണെന്ന് അറിയണമെങ്കിൽ നമുക്കിത് പഴുത്ത് വരണം. പക്ഷേ ഇങ്ങനെ നിറയെ ഉണ്ടാകും ഇത്തരത്തിലുള്ള ചെറുതക്കാളി. പക്ഷേ ഇതേപോലെ തന്നെ മറ്റേ തക്കാളിയാണെങ്കിൽ അങ്ങനെ കൂട്ടമായിട്ട് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇതിലാണെങ്കിൽ 2, 4, 6, 8, 10, 15 കായുണ്ട്. ഇതിൽ എങ്ങനെ ഉണ്ടാകാറില്ല മറ്റേ തക്കാളി. ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്ന വയലറ്റ് ചതുരപ്പയറിൻ്റെ തയ്യേ. ഇത് ഇത്രയും ആകുമ്പോൾ തന്നെ ഇത് കണ്ടോ പൂ വരുന്നുണ്ടോ. ഇത് 3 പൂവാണ്.
ഇതും അതുപോലെയാണ്. ദേ ഇവിടെ പൂ വന്നിട്ട് ഓരോ ഞെട്ടിലും പൂക്കൾ വരും. ഈ വയലറ്റ് ചതുരപ്പയറിന് സീസൺ ഇല്ല, എല്ലാ സീസണിലും കായ്ക്കുന്നതാണ് വയലറ്റ് ചതുരപ്പയർ. അത് മാത്രമല്ല, നമ്മുടെ പച്ച ചതുരപ്പയറില്ലേ സാധാരണ, അതിനേക്കാളും വലിപ്പം നീളം വയ്ക്കുന്നതുമാണ് വയലറ്റ് ചതുരപ്പയർ. ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ കുറച്ച് തക്കാളിക്ക പഴുത്ത് കിടക്കുവാണ്, അങ്ങോട്ട് ഒന്ന് വിളവെടുക്കാം. ഇത് കണ്ടോ, ഇതിനകത്തൂടെ കയറി ഉണ്ടായിരിക്കുന്നതാണേ. ഞാനിത് പറിച്ചെടുത്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ താഴോട്ട് പോകും. കണ്ടോ, നല്ല തക്കാളി കിട്ടിയിട്ടുണ്ട്. അധികം വലിപ്പമില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല, ഇത് രാസവളമൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ നല്ല വലിപ്പത്തിലൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതിന് ചീഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ, അതിൻ്റെ തൈ കിളുത്തോളും. ഇത് കണ്ടോ നമ്മുടെ മരമുന്തിരി ഉണ്ടായിരിക്കുന്ന കണ്ടോ. ഇത് 1, 2 വിളവെടുക്കാറായിട്ടുണ്ട്. ഇത് ഞാൻ പറിച്ചെടുക്കുവാണ്. ഇതാരെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ വിത്ത് ഞാൻ തരാം. ആവശ്യക്കാർ ഈ വീഡിയോ കാണുമ്പോഴേ വാട്സാപ്പ് നമ്പറിലെ മെസ്സേജ് ഇടണം, എന്നാലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെ വേറെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോകും. ഒന്നല്ല, ഇവിടെ പറിക്കാൻ വേറെ ഉണ്ടായിരുന്നു, 1-2 എണ്ണം ഉണ്ട്. ഇപ്പം ചോദിച്ചാൽ മതി. ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് ബാംഗ്ലൂർ മൊസാമ്പിയാണേ. നമുക്ക് മുറിച്ചാലറിയാം, നല്ല മധുരമുള്ളൊരു മൊസാമ്പിയാണ്. ഞാൻ 2 എണ്ണം പറിച്ചിട്ട് നിങ്ങളെ മുറിച്ച് കാണിക്കാവേ. ഇതിപ്പം കായ്ഫലം പിന്നെയും കുറയുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പഴുത്തിരിക്കുന്നതിനെയൊക്കെ അങ്ങ് പറിച്ച് മാറ്റണം. അതുകൊണ്ടാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിന്നു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണമാണ് പറിച്ചെടുക്കുന്നത്. നല്ല കളറ് വന്ന കുറച്ചെണ്ണം പറിച്ചെടുക്കുക. അടുത്ത ദിവസവും ഞാൻ ഇത് തന്നെ പറിക്കും. അപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറിച്ചാണല്ലോ എന്ന് ചോദിക്കരുത്, കാരണം ഇത് കുറേശ്ശെ പറിച്ചെനിക്ക് തീർക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞ് പേര ഉണ്ടാകുന്നുണ്ടോ, കണ്ടോ, ഇതുപോലെ പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതുപോലെ മുകളിലോട്ട് പോയിരിക്കുന്ന കമ്പ് കണ്ടോ, അതിനെ മുറിച്ചു വിടണം. മുറിച്ചു നോക്കാവേ. കണ്ടോ, നല്ല സൂപ്പർ കളറുവാ, മധുരവാ, നല്ല സൂപ്പറാ. പക്ഷെ എൻ്റെ തൊണ്ടയെ മുട്ടിയാൽ ഒരു ഇതുണ്ട് കേട്ടോ. സൂപ്പറാ, നല്ലല്ലേ. പിന്നെ നോക്കട്ടെ, ഇങ്ങനെ ഇതിൻ്റെ തൊലി ഒട്ടും മുട്ടിയാലേ ഒരു ചോനചാവ് വരും. നല്ല മധുര. ഇനി ഇത് തീരാതെ പോകാൻ തോന്നത്തില്ല. ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് ആണേ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സൂപ്പർ കളറൊക്കെയാണ്. ഇത് കണ്ടോ, നല്ല സൂപ്പർ കളറാണ്. പക്ഷെ ഭയങ്കര പുളിയായിരിക്കും. നല്ല മണമാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ നല്ല സൂപ്പർ മണമാണ്. ഇത് സൂപ്പർ കളറുമാണ്, എല്ലാം സൂപ്പറാണ്. പക്ഷെ പുളിയായിരിക്കും. ഞാൻ നോക്കട്ടെ. അയ്യോ, എന്നാ പുളിയാന്ന് വെച്ചാൽ ഒന്നും പറയണ്ട. പക്ഷെ കളറൊക്കെ കണ്ടോ, മണമാണേ സൂപ്പർ. ഇതെന്നാന്നറിയോ, അമ്പഴങ്ങ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സ്കൂൾ പിള്ളേരൊക്കെ ഉച്ചയ്ക്കും 4 മണിക്കും സ്കൂൾ വിട്ട് പോകുമ്പോഴൊക്കെ ഇതുപോലെ അമ്പഴം ഉണ്ടെങ്കിൽ അമ്പഴങ്ങ പറിക്കാറുണ്ട്. പക്ഷെ ഇത് ആ അമ്പഴമല്ല, ഇത് നല്ല മധുരമുള്ള അമ്പഴങ്ങയാണ്. പണ്ട് നമുക്ക് കിട്ടുന്ന അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ്. അത് മാത്രമല്ല, ഇച്ചിരി തിന്നു കഴിഞ്ഞാൽ നാര. ഇതങ്ങനെയല്ല, നല്ല മധുര. മധുരാമ്പഴം. ഇത് നമ്മുടെ സീതപ്പഴത്തിൻ്റെ ചെടിയാണേ. ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കിളി കൊണ്ടുപോയി. കണ്ടോ, ബാക്കി ഭാഗമാണ് നിൽക്കുന്നത്. ഇവിടെ ഒരെണ്ണം ഞാൻ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ, നോക്കട്ടെ. അടന്ന് വീണ് കിടക്കും, അതിനകത്തേക്ക് അഴിച്ചെടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പഴമാണ് സീതപ്പഴം. ദേ നല്ല സൂപ്പറായിട്ടാട്ടോ, കണ്ടോ, നല്ല പഴമാണ്. ഞാൻ ഒരെണ്ണം തിന്ന് നോക്കട്ടെ. കുരുവുണ്ട്, കളഞ്ഞോണം. സൂപ്പർ ടേസ്റ്റാ, നല്ല മധുര. അത് വെറും ഒരു പെയിൻറ്റ് ബക്കറ്റിലാണ് നിൽക്കുന്നത്, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു പ്രാവശ്യത്തെ കായ്ച്ച് തീർന്നു കഴിയുമ്പോൾ പിന്നെ അടുത്തുണ്ടാവും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ നട്ടുവെക്കാം. ഇപ്പം ഇതേപോലെ ഞാൻ പയറും പച്ചക്കറികളും അതുപോലെ സീതപ്പഴവും പഴങ്ങളൊക്കെ വിളവെടുക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് നട്ടുപിടിക്കണം എന്ന് തോന്നില്ലേ? അതാണ് വേണ്ടത്. ഒരു ചെറിയ പാത്രം, അപ്പം മുറ്റം മാത്രമേ ഉള്ളവരുള്ളെങ്കിൽ ഒരു 10 ബക്കറ്റ്, വേറെ ബക്കറ്റിനാണെങ്കിൽ ഒരു 10 20 ഒക്കെ രൂപ കൊടുത്താൽ കിട്ടും. അങ്ങനെ ഒരു 10 20 രൂപയുടെ ബക്കറ്റ് മാത്രം മതി. അല്ലെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത്, അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത്, അല്ലെങ്കിൽ അരി വാങ്ങിക്കുന്ന ചാക്കിനകത്തൊക്കെ ഇത് നട്ടാലും
നമ്മുടെ ആവശ്യത്തിന് പറിച്ചു തിന്നാനുള്ള പഴങ്ങൾ കിട്ടും കൊതിക്കാതെ. ഇതിനൊക്കെ നല്ല വിലയല്ലേ. വില മാത്രമല്ല, നല്ല അളവിൽ കീടനാശിനികൾ അടിക്കും. ഇതിലൊന്നും കേടുപിടിക്കാതിരിക്കാനും മറ്റ് ജീവികൾ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാനും എല്ലാം നല്ല അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഈ പറിച്ചെടുത്ത പാകത്തിന് ഞാൻ തിന്നുന്നത് കണ്ടോ. ഇതേപോലെ നമുക്ക് വിശ്വസിച്ച് പേടിക്കാതെ വിഷയില്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒക്കെ നട്ടുപിടിപ്പിക്കണം. ഞാൻ ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ മുകളിലുള്ള ടെറസിലാണേ. ഒരു 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ ഒരു ചെറിയ ടെറസിലെ കുറച്ച് ഭാഗത്ത് നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പറമ്പിൽ കൂടെ എത്തിക്കാൻ പറ്റാതെയും അതുപോലെ സമയമില്ലാത്തവരും ഒക്കെ അങ്ങനെ അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മാത്രം കൃഷി ചെയ്താലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും പഴങ്ങളും നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ തായ്ലാന്റ് പിങ്ക് പേരയാണേ. ഒരു പ്രാവശ്യത്തെ വിളവ് കഴിഞ്ഞാൽ ഉടനെ അത് അടുത്ത പ്രാവശ്യം പെട്ടെന്ന് തന്നെ പൂവിട്ട് കായ പിടിക്കും. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാവേ. വാ, ഇത് സാധാരണ ഒരു ചാമ്പയാണേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഈ പാത്രം, ഇത് പെയിന്റ് പാത്രമാണ്, പെയിന്റ് പാത്രത്തിനകത്ത് നിൽക്കുന്നതാണ്. ഇതേ കണ്ടോ, പൂ വരുന്നുണ്ടോ. ഇതിനെ ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ ചെറിയ ചാമ്പ ഞാനിവിടെ ചിലപ്പോൾ കാണിച്ചു തരത്തില്ലേ, നല്ല മെറൂൺ കളറിൽ ചാമ്പയ്ക്ക ഉണ്ടാകുന്നത്. അത് ഹൈബ്രിഡ് ചാമ്പയാണ്. അത് കുറച്ചും കൂടെ ചെറുതായിരുന്നപ്പോഴേ കായുണ്ടായി. അപ്പോൾ ഇത് ഇതുവരെ പൂത്തില്ല, കായ്ച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിനെ നല്ലോണം വഴക്ക് പറഞ്ഞതാണ്. പക്ഷെ ഇത് ഇപ്രാവശ്യം പൂ ഉണ്ടായിട്ടുണ്ട്. പൂ കായാകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും പൂ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പേരകളും ചാമ്പകളും എല്ലാം നന്നായിട്ട് പൂവിടുന്ന ഒരു സമയമാണ്. ബാലി ചാമ്പയും അതുപോലെ ഡൽഹാരി ചാമ്പയും എല്ലാ ചാമ്പകളും ഇവിടെ പൂവിട്ട് നിൽക്കുകയാണ്. ഞാനിത് പൂക്കാതിരുന്ന് പൂത്ത ഒരു നാടൻ ചാമ്പയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇവിടെ നിൽക്കുന്നത് ഹൈബ്രിഡ് ചാമ്പയാണ്. ഇതെന്നാ ഞാൻ നിങ്ങളെ എപ്പോഴും മെറൂൺ കളറിലുള്ള ചാമ്പയ്ക്ക, നല്ല മധുരമുള്ളത്, അതിനകത്ത് വിത്തുകളില്ല, ആ ഇനം ചാമ്പ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. ഇതിനകത്തൊന്നും ഉണ്ടാകുമല്ലെന്ന് വിചാരിച്ചു. പക്ഷെ മണ്ണ് മാറിയപ്പോൾ നല്ലോണം ചേന കാണാനുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് മാറിയൊരു വിത്തായിരിക്കും അത് കിളുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ മുറിച്ച് മാറ്റി നടണം എന്ന് എനിക്കുണ്ട്. ഇങ്ങനെ കിളുക്കുന്ന ചേനകൾ നട്ടാൽ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം. അതോ ഇത് നട്ടാൽ ഉണ്ടാകത്തില്ലെന്നാണെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ സ്ട്രോബെറികൾ എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് അവിടം വരെ, അവിടം തൊട്ട് അവിടം വരെ അത്രയും സ്ട്രോബെറികളേ ഉള്ളൂ. പക്ഷെ എല്ലായ്പ്പോഴും തന്നെ 1ഉം 2ഉം ആണെങ്കിലും കായ്കൾ ഇവിടെ കാണും കേട്ടോ. ദേ ഇത് കണ്ടോ, ഇനിയുണ്ടോ? ഒരെണ്ണം കൂടെ ഉണ്ട്. തിന്നു നോക്കട്ടെ. സമയത്ത് പറിച്ചില്ലെങ്കിൽ വിളഞ്ഞു പോവുകയും പഴുത്തു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. വലിയ പുളിയില്ല, പക്ഷെ ചെറിയ പുളിയുണ്ട്. കുറച്ചുകൂടെ മധുരം ഉണ്ട് കേട്ടോ. നല്ല പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ലതാ. അല്ലെ ഇതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ച് തിന്നണമെങ്കിൽ മൂന്നാറിന് പോകണ്ടേ. നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പറിച്ച് തിന്നാനായിട്ട് പറ്റും. ഈ മുളക് കണ്ടോ, അത്യാവശ്യത്തിനല്ല അതിലേറെ മുളകുണ്ട് ഇതേ കേട്ടോ. കാണുന്നുണ്ടോ? ഈ മുളക് ചെടിയിലെ മുളക് ഞാൻ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ എന്തോരം ഉണ്ടെന്ന് അറിയാം. കണ്ടോ, ഇത്രയും മുളകാണ് നമുക്ക് ദേ ഈ മുളക് ചെടിയെന്ന് കിട്ടുന്നത്. എന്നിട്ടും ഇടയ്ക്കൊക്കെ പറിക്കാതെയൊക്കെ പോയിട്ടുണ്ട്. വിളഞ്ഞ ഒരെണ്ണം ഇതിലേ കൂടെ കണ്ടായിരുന്നല്ലോ. കണ്ടോ, ഇത്രയും മുളക് കിട്ടി. ഈ ഒരു മുളക് ഇതിപ്പം നമുക്കൊരു 2 ആഴ്ചത്തേക്കിനുള്ള മുളക് കാണും. അപ്പോൾ അതിനുശേഷം അടുത്ത മുളക് ചെടിയെന്ന് നമുക്ക് വിളവെടുത്താൽ മതി. ഇന്ന് നമ്മൾ വിളവെടുത്തിരിക്കുന്നത് ദേ ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് തക്കാളി, സീതപ്പഴം, അതുപോലെ കത്രിക്ക, പിന്നെ ഇത് മൊസാമ്പി, കോവയ്ക്ക ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും പച്ചച്ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമുളക്, ഇത് കാബേജ്, കോളിഫ്ലവർ, ഇതിനകത്ത് മൊസാമ്പി ഉണ്ട്, അതുപോലെ സീതപ്പഴമുണ്ട്, അമ്പഴങ്ങയുണ്ട്, തക്കാളിയുണ്ട്, ഇതിനകത്തും കുറച്ച് തക്കാളിയുണ്ട്, പാവയ്ക്കയുണ്ട്, അതുപോലെ ദേ ഇത്രയും പീച്ചിലുണ്ട്, കുറച്ച് വഴുതനങ്ങ പറിച്ചിട്ടിട്ടുണ്ട്, അതുപോലെ പച്ച നമുക്ക് കറി വെക്കാൻ, തോരൻ വെക്കാൻ പറ്റുന്ന വാളമരയും, ഇത് വിത്തിനുള്ള വാളമരയും. ഈ വാളമരപ്പയറിൻ്റെ വിത്ത് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടോണം. തീരുന്നിടം വരെ ഞാൻ തരാം കേട്ടോ. ഇതേപോലെയൊക്കെ വളർത്തണമെന്നും വിളവെടുക്കണമെന്നും നിങ്ങൾക്ക് തോന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്കും ഇതേപോലെ നട്ടു വളർത്തുകയും ഇതിലേറെ വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.